പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല. ഇവിടുത്തെ വിഷയം പിണറായിസമാണ്. ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമോനിസമാണ്. ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയുക കടന്നാക്രമിച്ച് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാണ്? എന്തുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട് കാര്യത്തിലായിരുന്നു നിന്നിരുന്നത്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ മതേതര നിലപാട്. രണ്ട്, സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ആ എടുത്തു വന്നിരുന്ന നിലപാട്. അത് രണ്ടും പോയില്ലേ? തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം? ഇവിടെ ആശാവർക്കർമാരുടെ സമരം 7 മാസം നീണ്ടു നിന്നു. ആ സമരത്തിൻ്റെ ഒരു 100 രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നുണ്ടായിരുന്ന മതേതരത്വമാണ്. ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർവിപരീതമായി. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ. കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഇവിടെ BJP അടക്കമുള്ള പാർട്ടികൾ ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റി നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ BDJSനെ LDFിൻ്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ എവിടെ എത്തി പിണറായി? അതുകൊണ്ടാണ് പറയുന്നത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല. ആകെ ഒരൊറ്റ വിഷയമുള്ളൂ, സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വന്ന കേസുകളൊക്കെ എവിടെ പോയി? കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ എവിടെ? ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന കേന്ദ്ര BJP നേതൃത്വവുമായി പിണറായിക്കുണ്ട് എന്ന് ഞാൻ പറയുന്ന ഓരോ ഘട്ടങ്ങളും ഇവിടെ തെളിഞ്ഞു വന്നതല്ലേ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പാർട്ടി അറിഞ്ഞില്ല. ഈ പറയുന്ന എന്താ പറയുക ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല, മന്ത്രിമാരറിഞ്ഞിട്ടില്ല. 22-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ 18-ാം തീയതി പോയി വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് വന്നിട്ട് ഇത് ഒപ്പിടരുത്, ഇതിന് പിന്തുണ കൊടുക്കരുത് എന്ന് ക്യാബിനറ്റ് തീരുമാനിക്കുമ്പോൾ ആ ക്യാബിനറ്റിൽ ഞങ്ങളിത് ഒപ്പിട്ട് പോയി എന്ന് പോലും പറയാൻ മറച്ചു വെച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയം ഇനിയും എങ്ങനെയാണോ ഈ വർഗീയവാദികളുമായി ഒട്ടിക്കൊണ്ട് കേരളത്തിലെ മതേതര ജനതയെയും അതുപോലെ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെയും മാറ്റി നിർത്തി ഇവിടുത്തെ വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ നിൽക്കുന്നത്.